സംസ്ഥാനത്ത് ചിക്കൻ പോക്സും മുണ്ടിനീരും പിടിപെടുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധന. പ്രതിദിനം രോഗങ്ങൾ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം 130ലേക്ക് ഉയർന്നു. വേനൽ കടുത്തതോടെ ഇത്തരം രോഗങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ചിക്കൻ പോക്സും മുണ്ടിനീരും സംസ്ഥാനത്ത് പിടിപെടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് എന്നുള്ള കണക്കുകളാണോ വരുന്നത്? രോഹിണി, വേനൽ കടുത്തതോടുകൂടിയാണ് ഈ രോഗങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു വർധനം ഉണ്ടാകുന്നത്. സാധാരണ വേനൽക്കാലത്താണ് മുണ്ടിനീരും ചിക്കൻ പോക്സും പടർന്നു പിടിക്കുന്നത്. അതും ഈ കുട്ടികളിൽ, ഈ വേനലവധിക്കൊക്കെ കുട്ടികൾ വീട്ടിലാണ്. അപ്പോൾ ഈ കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായി രോഗം പിടിപെടുന്നത്. കാരണം ഈ ചൂടൊന്നും നോക്കാതെ കുട്ടികൾ പുറത്തിറങ്ങി കളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളിൽ ഏറ്റവും കൂടുതലായി മുണ്ടിനീര് പിടിപെടുന്നത്. അതുപോലെ തന്നെയാണ് ചിക്കൻ പോക്സും. മുൻ വർഷങ്ങളെക്കാൾ വലിയ രീതിയിൽ രോഗം വ്യാപിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിലും വലിയ രീതിയിലുള്ളൊരു ചൂട് സംസ്ഥാനത്ത് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ രോഗബാധിതരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ നൽകുന്ന മുന്നറിയിപ്പ്. അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. പരമാവധി വെള്ളം കുടിക്കണം, ചൂടിനെതിരെ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 74,000 പേരാണ് മുണ്ടിനീരിന് ചികിത്സ തേടിയതെങ്കിൽ ഈ വർഷം ആ കണക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതായത് പ്രതിദിനം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് 130ലേക്ക് ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ മാസമൊക്കെ 80ൽ താഴെയായിരുന്ന കണക്കാണ് ഈ മാസം 130 എന്നുള്ള നിലയിലേക്ക് ഉയർന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചിക്കൻ പോക്സ് ബാധിതരുടെ എണ്ണം. പ്രതിദിനം രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കഴിഞ്ഞ മാസമൊക്കെ അത് 80ൽ താഴെയായിരുന്നു. അതിപ്പോൾ 100 കടന്ന് 120 എന്നുള്ളൊരു കണക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം ഈ മാസം ഇതുവരെ സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഏതാണ്ട് 19,031 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ കണക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും വേനൽ കടുക്കും. അതുകൊണ്ട് വേനൽക്കാല രോഗങ്ങൾക്കെതിരെ ചെങ്കണ്ണ്, ചിക്കൻ പോക്സ്, അതോടൊപ്പം തന്നെ മുണ്ടിനീര്, പ്രത്യേകിച്ച് മുണ്ടിനീര് കുട്ടികളിലാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. രോഹിണി. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.